ശ്രീ എസ് സജീവൻ, ഇപ്പോൾ സണ്ണി ജോസഫിന്റെ ബന്ധുവിന്റെ നിയമനത്തെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? മുൻ സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനങ്ങളുമായി താരതമ്യം ചെയ്യുന്നുണ്ടോ? ഇതിൽ ധാർമ്മികമായി ഒരു ശരികേട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ നിയമനമാണ്, അതിൽ ബന്ധുവാവാം സുഹൃത്താവാം എന്നൊരു ന്യായീകരണം അപ്പുറത്തുനിന്നും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ധാർമ്മികമായി മാത്രമല്ല, രാഷ്ട്രീയമായും ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നതല്ല, പണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യമാണ്, UDF പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സേനാപതി വേണു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശ്രീമതി ടീച്ചറുടെ മരുമകളെ കുക്കായി നിയമിച്ചതിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് വിശദീകരിക്കണം, അത് വിശദീകരിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നന്നായി പറഞ്ഞിരുന്നല്ലേ? അതെ, അന്ന് അതിനെ ഭീകരമായിട്ടാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. കാരണം രാഷ്ട്രീയ മര്യാദയല്ല എന്ന വാക്ക് അവർ ഉപയോഗിച്ചിരുന്നത്. രാഷ്ട്രീയമായിട്ട് അങ്ങനെ സ്വന്തം മരുമകളെ കുക്കായി നിയമിക്കുന്നതിനെ പരിഹസിച്ചു എന്ന് മാത്രമല്ല, അതിഭീകരമായിട്ട് പറഞ്ഞിരുന്നു. അത് തെറ്റാണ്. ഞാൻ ഉൾപ്പെടെ അതിനെ അംഗീകരിക്കാത്തതാണ്. കാരണം അങ്ങനെ മരുമകളെയോ ആരെയും ബന്ധുക്കളെ ഇതിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എല്ലാ മന്ത്രിമാർക്കും സ്വന്തം വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാം. ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും തെറ്റില്ല എന്നിവർ വിശദീകരിച്ചാൽ. അന്ന് അതിനെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ, അന്ന് നമ്മൾ സാധാരണ പറയല്ലോ, ഇപ്പോൾ വഴിയിലൂടെ പോകുന്ന മന്തുകാലിനെ ഈ മന്തുകാല എന്ന് വിളിക്കുമ്പോൾ സ്വന്തം കാലിൽ മന്തില്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഉള്ള സംഭവത്തെ ഇതിനെ ന്യായീകരിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് ബെന്നിക്ക് എല്ലാ യോഗ്യതയും ഉണ്ടെന്നാണ്. എങ്ങനെയാണ് യോഗ്യത, എന്താണ് ഇതിൻ്റെ യോഗ്യത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് പേഴ്സണൽ സ്റ്റാഫിനെ പൊളിറ്റിക്കൽ നിയമനം നടത്തുമ്പോൾ ഇന്ന യോഗ്യത വേണം എന്ന് എന്തെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ബെന്നി വളരെ യോഗ്യനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം DCCയുടെയും KPCCയുടെയും ഒക്കെ എല്ലാ തരത്തിലുള്ള സ്ഥാനത്തിരുന്നുണ്ട്. അത് ത്യാഗം ആണെന്ന് വേണു പറയുന്നതിനോട് ഒരിക്കൽ പോലും യോജിക്കാൻ പറ്റില്ല. ഇതൊന്നും ത്യാഗമല്ല, അതൊക്കെ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. അത് അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ, ലാഭമാണ്, ത്യാഗമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. എഴുത്തുകാരൻ നോവലിസ്റ്റ് ബിനോയ് തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇന്നലെ ഈ നിയമനത്തിന് തൊട്ടു പിന്നാലെ വന്നിരുന്നു. ഒരു അല്പം നീണ്ട പോസ്റ്റാണ്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് വാർത്താ ചർച്ചയിൽ നിറയുന്നു കാണുമ്പോൾ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ബെന്നി ചേട്ടനെ 40 വർഷം മുമ്പാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹം മനസ്സിൽ കയറിക്കൂടാനിടയായ ഒരു സംഭവം പറയാമെന്ന് പറയുകയാണ്. പ്രീ ഡിഗ്രി തോറ്റുകഴിഞ്ഞ് മെക്കാനിക് പണി പഠിക്കാൻ താൻ പോയി. കണ്ണൂരിലെ പ്രൈവറ്റ് ITSയിൽ 1 വർഷം പഠിച്ച് അവിടെ സ്ഥാപനം തരുന്ന ഒരു സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങി. ഇനി ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ പണിക്ക് കയറണം. ഒരു വർക്ക്ഷോപ്പുകാരെയും പരിചയമില്ല. പല അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ശുപാർശയെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോഴേക്കും ചെറിയ രാഷ്ട്രീയ നേതാവായി ബെന്നിച്ചേട്ടൻ മാറിയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആവശ്യം ഉന്നയിച്ചു. ബെന്നിച്ചേട്ടൻ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള വർക്ക്ഷോപ്പ് മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ മുതലാളി അനുകൂലമായി പ്രതികരിച്ചില്ല. അവിടെ നിറയെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞു. പണി പഠിക്കാനായി പുതിയ പിള്ളേരെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 10 പൈസ കൂലിയായി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബെന്നിച്ചേട്ടനിലെ യഥാർത്ഥ നേതാവ് ഉണർന്നു. അദ്ദേഹം വീട്ടിലെ അവസ്ഥയും ജോലി ചെയ്യാനുള്ള മികവും ഒക്കെ വിസ്തരിച്ചു പറഞ്ഞ് ശുപാർശ ചെയ്ത് 25 രൂപ കൂലി നിശ്ചയിച്ച വർക്ക്ഷോപ്പിൽ പണിക്കെടുത്തു എന്ന് പറയുന്നു. അങ്ങനെ നാട്ടിലെ ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട് എന്ന ബെന്നിച്ചേട്ടനെ കുറിച്ച് ബിനോയ് തോമസ് എഴുതിയൊരു പോസ്റ്റ് നമ്മൾ കാണുമ്പോൾ ആ നാട്ടുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട ഒരു നേതാവാണ് എന്ന് ബോധ്യമാക്കുന്ന ഒരു വരിയാണ്, ഒരു പോസ്റ്റാണ്. ആയിരിക്കാം, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ ധാരാളം നേതാക്കന്മാരുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഒരാളെ സ്വന്തം വകുപ്പിൽ അവിടെ പേഴ്സണൽ സ്റ്റാഫിൽ വെക്കണമെന്നില്ലല്ലോ. അത് ഒരു നേതാവിൻ്റെ ഗുണം അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ മഹാമനസ്കത, അതൊന്നുമല്ല യോഗ്യത. ഞാനതാണ് പറഞ്ഞത്. എന്താണ് യോഗ്യത? രാഷ്ട്രീയമായിട്ട് നിയമിക്കുമ്പോൾ രാഷ്ട്രീയക്കാരൻ ആയിരിക്കണമെന്നുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയുന്നേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വേറൊരു മന്ത്രിയുടെ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ തന്നെയുള്ള എനിക്ക് വളരെയധികം പരിചയമുള്ള സംഭവമാണ്. അദ്ദേഹം ബന്ധുവിനെ അല്ല വെച്ചുള്ളത്, അദ്ദേഹത്തിന് ബന്ധുവിനേക്കാൾ ബന്ധുത്വമുള്ള ഒരാളെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു. പിന്നീടുള്ള ആ വകുപ്പിലെ എല്ലാ നിയമനങ്ങളിലും സ്ഥലം മാറ്റങ്ങളിലും കാശ് വാങ്ങിയിരുന്നത് ഈ ആളായിരുന്നു. അവസാനം ഈ മന്ത്രിയും ഈ വ്യക്തിയും തമ്മിൽ തെറ്റുന്നൊരവസ്ഥ വന്നു. കാരണം ഈ കാശിൽ പകുതി പോലും മന്ത്രിക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. ഇതേപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം തനിക്ക് പ്രിയപ്പെട്ട ആളുകൾ വെക്കുമ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകാം.
ബെന്നി അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള, പക്ഷേ ആരോപണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പൊടിപ്പാറ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പോലെ ഇത് വേറെ വകുപ്പിൽ വെച്ചാൽ ആർക്കും പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? LDFൻ്റെ സമയത്ത് ശ്രീമതി ടീച്ചർ വെക്കുമ്പോൾ അതിന് രൂക്ഷമായിട്ട് വിമർശിക്കുകയും തങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇദ്ദേഹം വലിയ ഗംഭീരനായിട്ടുള്ള ആളാണ്, വലിയ വലിയ പദവികളുണ്ടായിരുന്ന ആളാണെന്ന് പറയാതിരിക്കുകയും വേണം. അത് കാരണം അന്ന് അവർ ചെയ്യുന്ന പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വാക്കും ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു നടപടിയും എന്നതിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ധാർമ്മികത മാത്രമല്ല രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. രാഷ്ട്രീയമായിട്ടും ഇത് തെറ്റായ കാര്യമാണ്. കാരണം അവരെ എതിർക്കുന്നുണ്ടെങ്കിൽ, LDFനെ എതിർക്കുന്നുണ്ടെങ്കിൽ, ഞാനും എതിർത്തതാണ് പൂർണ്ണമായിട്ടും ശ്രീമതി ടീച്ചറുടെ ബന്ധു നിയമനം ഇതുമായിട്ട് വളരെ കൃത്യമായിട്ടും യോജിപ്പിച്ച് പറയാം. പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചതിനെ കുറിച്ച് പറയാണല്ലോ, അത് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്ത്, കാരണം സ്വന്തം വീട്ടിലുള്ള ആളുകളെ മുഴുവൻ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയാൽ ഇനി എല്ലാവർക്കും ഇപ്പോൾ ബന്ധുക്കളുള്ള എല്ലാ ബന്ധുക്കളെയും പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചിട്ട് 10-20 ആളുകൾ വെച്ച് നിറച്ചാൽ അതിൽ രാഷ്ട്രീയമായിട്ട് തെറ്റില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിൽ സ്വന്തം വകുപ്പിൽ ഇങ്ങനെ വെക്കുമ്പോൾ, ഇത് മറ്റു പലരും പറഞ്ഞാൽ വേറെ വകുപ്പിൽ വെച്ചോട്ടെ, ആ വകുപ്പിൽ വെക്കുമ്പോൾ പ്രശ്നമില്ല. ഇത് സ്വന്തം വകുപ്പിൽ വെക്കുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വഴിവെക്കും. അത് ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇനി അങ്ങോട്ടേക്ക് ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ മന്ത്രിമാർക്കും ഇതേപോലെ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഒരിക്കൽ പോലും എതിർക്കാൻ പറ്റാത്ത ഒരു നടപടിയായിരിക്കും. ബെന്നി നല്ല ആളായിരിക്കാം, പക്ഷേ പിന്നീട് വരുന്ന ആളുകൾ അങ്ങനെ ആവണമെന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അനുഭവം, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുടെ അനുഭവം പറഞ്ഞത്. അതേപോലുള്ള കാര്യങ്ങളിലേക്ക് വളരെ കാര്യം വഷളാവുന്ന രീതിയിൽ മന്ത്രിസഭയ്ക്ക് തന്നെ നാണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Debate with Smriti Parathikkad.